മുരളി നിലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ അവിചാരിതം. മൃദുലയ്ക്ക് പിന്നിൽ ജയരാമനെ കണ്ടതും അമൃത പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അവളുടെ ആ ഭാവമാറ്റം മൃദുലയെ അമ്പരപ്പെടുത്തി. അമ്മു, എന്താ നിനക്ക് പറ്റിയേ? ഒഴിഞ്ഞു മാറി അമൃത കരഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് ഓടി. ജയരാമനെ ഒന്നും നോക്കാതെ അവൾ അതേ വേഗത്തിൽ സ്റ്റെയർ കേസ് ഓടിക്കയറി. അമ്മു! അമൃതയുടെ പിന്നാലെ മൃദുല നീങ്ങി. വേണ്ട, അവൾ റൂമിൽ കയറി വാതിലടച്ചിട്ടുണ്ടാവും. മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ജയരാമൻ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ നേരെ ചീറിക്കൊണ്ടുവന്ന പെണ്ണ. അടുത്ത നിമിഷം പൊട്ടിക്കരച്ചിൽ. മനസ്സിലാവാത്തത് എനിക്കാ. മൃദുല ജയരാമനെ നോക്കി. കുട്ടികൾ വളർന്നത് നിന്റെ കൺമുമ്പിലാ. നീയല്ലേ അവരുടെ ഓരോ മാറ്റവും മനസ്സിലാക്കേണ്ടത്? അതും പെൺമക്കൾ. കഴിഞ്ഞ കാലത്തിനിടയിൽ അതിഥിയെപ്പോലെ 1-2 മാസം ഞാൻ വന്നു പോകുന്നതല്ലാതെ അവരെപ്പറ്റി എനിക്കെന്തറിയാം? ജയേട്ടൻ വരുന്നത് വരെ അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ വന്നതാണോ നീ കുറ്റമായി കാണുന്നത്? എന്താ ജയേട്ടാ ഇങ്ങനെ? പിന്നെ ഞാൻ എന്തു പറയണം? ദേവിയെ ചേർത്ത് ഒരപവാദ കഥയുണ്ടായി. അതിൻ്റെ സത്യം ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതവിടെ തീർന്നതല്ലേ. പിന്നീട് അവൾ എന്നോട് ശത്രുത കാണിച്ചിട്ടുമില്ല. മൃദുല മിണ്ടാതെ നിന്നു. അമ്മയ്ക്കു മാത്രമേ പെൺമക്കളുടെ മനസ്സ് വായിച്ചറിയാൻ പറ്റൂ. അച്ഛന് എപ്പോഴും പെൺമക്കളിൽ നിന്ന് ഒരു നിഴൽപ്പാട് അകലെ നിൽക്കാനേ കഴിയൂ. അവർ കണ്ടും മറിഞ്ഞും പഠിക്കുന്നതും അമ്മയെയാ. എന്നിട്ട് അവൾക്ക് എന്തു പറ്റിയെന്ന് നീ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? ഞാൻ ചോദിച്ചത് അവൾക്ക് രസിച്ചിട്ടില്ല. അത് തന്നെയാ കാരണം. അല്ലാതെ ഇവിടെ എന്താ സംഭവിച്ചത്? മൃദുല ചേച്ചി! പിന്നാമ്പുറത്ത് നിന്ന് സ്ത്രീ ശബ്ദം കേട്ടു. മൃദുല കിച്ചണിലേക്ക് നടന്നു. കുറച്ച് വെള്ളം താ ചേച്ചി. തൊഴിലുറപ്പ് പദ്ധതിക്ക് വന്ന ഏതോ സ്ത്രീയാണെന്ന് ജയരാമന് മനസ്സിലായി. അമ്മു പറഞ്ഞു തുടങ്ങിയതായിരുന്നു. പക്ഷേ പുറത്തു വന്നത് പൊട്ടിക്കരച്ചിലായി. അവളുടെ പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ കഴിയില്ല. കരുത്താർജിച്ച് അവൾ ഇറങ്ങി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കട്ടിലിൽ കിടന്ന അമൃത കരഞ്ഞു. അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ നിയന്ത്രണം വിട്ടുപോയി. ഒരു അഗ്നിപർവ്വതം ഉള്ളിലടക്കിയാണ് അമ്മയുടെ പിന്നിൽ ഒന്നും അറിയാത്ത മട്ടിൽ അച്ഛൻ നിന്നത്. വാതിൽ പതുക്കെ തുറക്കുന്നത് കണ്ടപ്പോൾ അമൃത പിടഞ്ഞെഴുന്നേറ്റു. അകത്ത് പ്രവേശിച്ചത് ജയരാമനായിരുന്നു. അച്ഛാ! അവൾ നെഞ്ചുപൊട്ടി കരഞ്ഞു. ജയരാമൻ വാതിലടച്ചു കുറ്റിയിട്ടു. അമൃത കട്ടിലിൽ നിന്നിറങ്ങി കരച്ചിലോടെ ഓടി വന്ന് ജയരാമൻ്റെ കാലുകളിൽ ചുറ്റിപ്പിടിച്ചു. നെറ്റി അയാളുടെ കാൽമുട്ടുകളിൽ പ്രഹരിച്ച് അവൾ കരഞ്ഞു. എൻ്റെ അച്ഛാ! അയാൾ ഒരു കൈകൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അയാളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ അവൾ കരഞ്ഞു. മോള് കരഞ്ഞു. അത് ഉള്ളുകൊണ്ട് മതി. പുറത്ത് കരച്ചിൽ വന്നുകൂടാ. അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാ. പിടച്ചിലോടെ അവൾ ജയരാമനെ നോക്കി. മോൾക്കിപ്പോൾ എല്ലാം അറിയാമെന്ന് അച്ഛനറിയാം. ദേവിയെ കാണാനല്ലേ പോയത്? ദേവി എന്നെ വിളിച്ചു പറഞ്ഞു. നിന്റെ വരവും കാത്ത് ഭയന്നിരിക്കുകയായിരുന്നു ഞാൻ. അവൾ അയാളെ ചുറ്റിപ്പിടിച്ച് കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞു. നിന്റെ നിയന്ത്രണം വിട്ടുപോയിരുന്നെങ്കിൽ അച്ഛൻ ഈ സഹിച്ചതൊക്കെ വെറുതെ ആയേനെ. അച്ഛൻ ഇപ്പോഴും എങ്ങനെ? അവൾക്ക് വാക്കുകൾ പൂർത്തീകരിക്കാനായില്ല. ഒരു ദുരന്തം വന്നാൽ നമ്മൾ അതിനെ പ്രതിരോധിക്കണ്ടേ? ഇത് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ച ഉരുൾപൊട്ടല. എല്ലാം മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു പോകുന്നതിനു മുമ്പ് ഇനി കിട്ടാവുന്നതൊക്കെ കൈപ്പിടിയിൽ ഒതുക്കണം. അതിനു മോള് അച്ഛൻ്റെ കൂടെ നിൽക്കണം. അവൾ പിടിവിട്ടു. എല്ലാം പോട്ടെ അച്ഛാ. ആ സ്ത്രീയെ ഇറക്കി വിട്ടേക്ക്. അവരെയും അയാളെയും കൊന്ന് അച്ഛൻ ജയിലിൽ പോകരുത്. നമുക്ക് ഏതെങ്കിലും നാട്ടിൽ പോയി ജോലിയെടുത്ത് ജീവിക്കാം. എനിക്ക് എൻ്റെ അച്ഛനെ മാത്രം മതി. അയാൾ വാത്സല്യത്തോടെ അവളുടെ ശിരസിൽ കൈവച്ചു. എനിക്ക് അവളോടോ അവനോടോ പകയൊന്നുമില്ല മോളെ. എല്ലാറ്റിനും സാഹചര്യം ഒരുക്കി കൊടുത്തത് ഞാനാ. എനിക്ക് ആരോട് പരാതി പറയാൻ പറ്റും? വ്യക്തി എന്ന നിലയിൽ അവളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈ കടത്തുന്നില്ല. പക്ഷേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. എനിക്കത് നിലനിർത്തണം. അച്ഛൻ വഴങ്ങില്ലെന്ന് അവൾക്ക് വ്യക്തമായി. അവളുടെ പിന്നിൽ ഞാൻ നിന്നത് കരുതലോടെയാ. മോളെല്ലാം തുറന്നടിച്ചെങ്കിൽ നിന്റെ കൺമുമ്പിൽ തലയേറ്റ് അവൾ വീണേനെ. അമൃത നടുങ്ങിപ്പോയി. അച്ഛന് ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അച്ഛൻ അത് ചെയ്യരുത്. അച്ഛനൊരു മനസ്സംതൃപ്തി കിട്ടും. പക്ഷേ ഞങ്ങളുടെ കാര്യമോ? അമ്മയെ കൊന്ന് ജയിലിൽ പോയ അച്ഛൻ്റെ മക്കൾക്ക് ഈ സമൂഹത്തിൽ എന്ത് വിലയാ ഉള്ളത്? ആത്മഹത്യയല്ലാതെ എനിക്കും ചാരുവിനും എന്ത് ചെയ്യാനാവും? ജയരാമൻ മകളെ നോക്കി നിന്നു. ദേവി ചെറിയമ്മയുമായി വിനയനങ്കിളുടെ വിവാഹം നടത്താനുള്ള അച്ഛൻ്റെ ശ്രമം ഒന്നും വിജയിക്കില്ല.
ഈ ജന്മം ദേവി ചെറിയമ്മ മറ്റൊരാളുടെ ഭാര്യയാവാനും പോകുന്നില്ല. ഒരു പക്ഷേ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ദേവി ചെറിയമ്മ വന്നേക്കും. ഞങ്ങൾ പോവില്ല. 20 വർഷത്തെ സമ്പാദ്യമാണ് അച്ഛന് വലുതെങ്കിൽ അച്ഛൻ അത് തന്നെ ചെയ്തേക്ക്. അച്ഛൻ മാത്രമാവും ഈ ലോകത്ത് അവശേഷിക്കുന്നത്. മക്കളുണ്ടാവില്ല. നനവുള്ളതെങ്കിലും അവളുടെ സ്വരം അയാളുടെ കാതിൽ മാറ്റലുകൊണ്ടു. അച്ഛൻ പ്രതീക്ഷിക്കുന്നത് പോലൊരു ഭാവി ഞങ്ങൾക്കുണ്ടാവില്ല. പരിഹാസിയായി അകറ്റി നിർത്തപ്പെട്ടവളായി ജീവിക്കാൻ ഞാൻ തയ്യാറാവില്ല. മോളെ, ജയരാമൻ്റെ ഒച്ച വിറച്ചു. അച്ഛൻ എൻ്റെ പഠിപ്പിന് മാറ്റിവെച്ച ആ പണം പോകട്ടെ എന്ന് വെക്കാം. പിന്നെ നമ്മുടെ വീടും പറമ്പും അച്ഛൻ അത് തിരിച്ചു പിടിച്ചാൽ പോരെ? ജയരാമൻ ബെഡിൽ ചെന്നിരുന്നു. അമൃത കണ്ണും മുഖവും തുടച്ചു. അച്ഛൻ പ്രതീക്ഷിച്ചതുപോലെ ഞാൻ ആ സ്ത്രീയോട് എല്ലാം വിളിച്ചു പറയാനൊന്നുമല്ല ശ്രമിച്ചത്. അവരുടെ മുഖം കണ്ടപ്പോൾ മനസ്സൊന്ന് പാളിപ്പോയി. അച്ഛനെ കൂടി കണ്ടപ്പോൾ കരച്ചിൽ വന്നു. ഇനി അതുണ്ടാവില്ല. അച്ഛൻ്റെ മോൾക്ക് നല്ല മനസ്സുറപ്പുണ്ട്. അയാൾക്കൊന്നും മനസ്സിലായില്ല. ഒരു പ്രശ്നമുണ്ടാകാതെ അവർ ഇറങ്ങിപ്പോവില്ലെന്ന് ഉറപ്പായ കാര്യമാ. എന്തൊക്കെ പറഞ്ഞാലും കെട്ടുപ്രായം തികഞ്ഞ 2 പെൺമക്കളുണ്ടെന്ന നാണക്കേട് അവരെ പിന്തുടരും. നമ്മുടെ മുന്നിൽ അവർ ഭംഗിയായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഇനി അങ്ങോട്ട് നമുക്കും അഭിനയിക്കാം. ഈ വീടും പറമ്പും അച്ഛൻ്റേതാവുന്നത് വരെ. മോളുടെ മനസ്സിലുള്ളത് പറ. എൻ്റെ അഡ്മിഷനു വേണ്ടി ഇപ്പോൾ 50 ലക്ഷം രൂപ കോളേജ് മാനേജ്മെൻറ്റിന് കൊടുക്കണമെന്ന് അച്ഛൻ പറയണം. ബാങ്കിൽ കിടക്കുന്ന പണം പിൻവലിക്കരുതെന്ന് ഞാൻ വാശി പിടിക്കും. ആകെയുള്ള സമ്പാദ്യം കൊണ്ട് എനിക്ക് പഠിക്കേണ്ടെന്ന നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കും. ആ പണം അമ്മയുടെ പേര് തന്നെ കിടക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ആ സ്ത്രീക്ക് അതൊരു ആശ്വാസമാകും. അതിനു മുമ്പ് തന്നെ ഞാൻ അവരുടെ ഭാഗം ചേരും. ദേവി ചെറിയമ്മ മതി എനിക്കതിന്. അച്ഛനെ ഞാൻ ശത്രുപക്ഷത്ത് നിർത്തും. എന്നിട്ട് അച്ഛനെ തിരിച്ചയക്കണമെന്ന അവരുടെ ലക്ഷ്യത്തിന് ഞാനും കൂടെ കൂടും. അവളുടെ കണ്ണുകളിൽ പകയുടെ മിന്നലാട്ടം അയാൾ കണ്ടു. ബാങ്കിലെ പണം പിൻവലിക്കാൻ പറ്റില്ലെന്ന് ബോധ്യമാവുമ്പോൾ വീടും പറമ്പും ബാങ്കിൽ വെച്ച് 50 ലക്ഷം രൂപ എടുക്കാനുള്ള നീക്കം അച്ഛൻ തുടങ്ങണം. വീടിനും പറമ്പിനും മുൻ പ്രമാണമില്ലാതെ ബാങ്ക് പണം തരില്ലെന്ന് അച്ഛൻ വിശ്വസിപ്പിക്കണം. മുൻ പ്രമാണത്തിനായി വീടും പറമ്പും അച്ഛൻ്റെ പേരിലേക്ക് മാറ്റണം. രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് വേണം ആ സ്ത്രീ സത്യമറിയാൻ. ഉടൻ അച്ഛൻ ഗൾഫിലേക്ക് പോകുമെന്ന് കൂടി പറഞ്ഞാൽ അവർ വഴിക്ക് വരും. അച്ഛൻ ഇവിടെ നിൽക്കുന്നത് മാത്രമാണ് അവർക്ക് പ്രശ്നം. ഇതൊക്കെ നിനക്ക് ആരാ ഉപദേശിച്ചു തന്നത്? ദേവിയോ? പാവം, ദേവി ചെറിയമ്മയ്ക്ക് ചിരിക്കാനും കരയാനുമേ അറിയൂ. പിന്നെ നിനക്കിങ്ങനെ ചിന്തിക്കാനുള്ള അറിവൊന്നുമില്ലെന്ന് അച്ഛനറിയാം മോളെ. അവളിലൊരു വീർപ്പുമുട്ടലുണ്ടായി. നീ ആർക്കൊപ്പമാ ദേവിയെ കാണാൻ പോയത്? അച്ഛൻ അത് ഊഹിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. ഹോസ്പിറ്റലിൽ വെച്ച് സഞ്ജുവിനെ പറ്റി അച്ഛൻ ചോദിച്ചറിഞ്ഞതാണ്. സഞ്ജു. അവൾ തലയാട്ടി. നീ അവനോട് പറഞ്ഞല്ലേ? ഞാൻ സംസാരിച്ചു. അത് മറ്റൊന്നും കണ്ടല്ല. അവൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാ. പക്ഷേ എന്തിനും എൻ്റെ കൂടെയുണ്ടെന്ന് അവൻ പറഞ്ഞത്. അവൻ തന്ന ധൈര്യത്തിലാണ് ഞാൻ അച്ഛൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അയാൾ നിശബ്ദനായി. ഈ ശ്രമത്തിന് അച്ഛൻ സമ്മതം തരണം. പിന്നെ ദേവി ചെറിയമ്മയുടെയും വിനയനങ്കിളുടെയും വിവാഹത്തിന് അച്ഛൻ ഇനി ഒന്നും ചെയ്യരുത്. ഞാനിപ്പോൾ അമ്മയുടെ മുഖം കാണുന്നത് ദേവി ചെറിയമ്മയിലാ. ജയരാമൻ്റെ മനസ്സിലൊരു നീറ്റൽ പടർന്നു. നമുക്കും നമ്മുടെ കളി തുടങ്ങാം അച്ഛാ. മൃദുല കയറി വരുമെന്ന ഭയം ജയരാമനുണ്ടായി. അയാൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അമൃത വേഗം സെല്ലെടുത്ത് സഞ്ജുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. പെട്ടെന്ന് അവനെ കിട്ടി. സഞ്ജു, നീ ക്ലാസ്സിന് കയറിയില്ലേ? ഇല്ല. വീട്ടിലേക്ക് ഉടനെ ചെല്ലാൻ അച്ഛൻ വിളിച്ചു പറഞ്ഞു. അച്ഛൻ്റെ സ്വരത്തിൽ ഒരു മാറ്റം വന്ന പോലെ. രാവിലെ ഞാൻ ക്ലാസ്സിന് പോകാത്ത വിവരം അച്ഛൻ അറിഞ്ഞിട്ടുണ്ട്. നമ്മളെ ആരെങ്കിലും കണ്ടു കാണുമോ? ഏയ്, അവിടെ ആര് വരാനാ? നിന്റെ വിശേഷം പറ. അങ്കിളിനെ കാണാൻ പറ്റിയോ? സഞ്ജു കാറിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനെ ധരിപ്പിച്ചു. സമ്മതിച്ച മട്ടില്ല അച്ഛനിപ്പോൾ റൂമിൽ നിന്ന് പോയത്. വീണ്ടും ഞാൻ സംസാരിക്കുന്നുണ്ട്. ഗുഡ്. നിന്റെ കൺട്രോളിൽ അച്ഛൻ നിൽക്കണം. നീ വെച്ചോ, ഞാൻ വീടെത്തി. സഞ്ജു കോൾ കട്ട് ചെയ്തു. അവൻ്റെ കാർ ഗേറ്റിന് മുന്നിലെത്തിയിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്നു. ഗോപാൽജി സ്റ്റെയർകേഴ്സ് ഇറങ്ങി താഴെ വന്നപ്പോൾ സഞ്ജു ഹാളിൽ പ്രവേശിച്ചു. രൂക്ഷമായി അയാൾ അവനെ നോക്കി. ക്ലാസ്സിനെന്ന് പറഞ്ഞ് നീ എവിടെയാ പോയത്? ഞാൻ അവിടെ വിളിച്ചിരുന്നു അച്ഛാ. ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യത്തിന് പോയതാ. നീ വാ. അയാൾ റൂമിലേക്ക് കയറി. പ്രശ്നം ഗുരുതരമാണെന്ന് അവന് മനസ്സിലായി. ആരോ തന്നെയും അമൃതയും കണ്ടിട്ടുണ്ട്. സഞ്ജു മുറിയിൽ കയറിയതും ഗോപാൽജി വാതിലടച്ചു. നിന്റെ അമ്മ എപ്പോൾ വേണമെങ്കിലും വരാം.
അതിനു മുമ്പ് എനിക്ക് നിന്നോട് മാത്രമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അച്ഛൻ ചോദിച്ചു. അച്ഛനോട് ഞാൻ കള്ളം പറയില്ല. മോനെ, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് നിനക്കറിയൂ? വാർദ്ധക്യത്തിൽ അവരെ പരിചരിക്കുകയും മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുകയും മാത്രമല്ല, മക്കൾ തങ്ങളെക്കാൾ ഉയരത്തിലെത്തുമ്പോഴാണ് അവർക്ക് മക്കളെക്കുറിച്ച് അഭിമാനമുണ്ടാവുന്നത്. ഇന്ന് നീ അറിയപ്പെടുന്നത് BDO ഗോപാൽജിയുടെ മകൻ എന്ന പേരില. നാളെ ഞാൻ അറിയപ്പെടേണ്ടത് ഡോക്ടർ സഞ്ജു ഗോപാൽ എന്ന പ്രശസ്തനായ ഡോക്ടറുടെ അച്ഛൻ എന്ന പേരിലാവണം. പത്രത്തിലൊക്കെ നീ കാണാറില്ലേ, പ്രശസ്തനായ ഒരാളിൻ്റെ അച്ഛൻ മരിച്ചെന്ന്? ആ ഒറ്റ വാചകത്തിൽ തന്നെയുണ്ട് മരണപ്പെട്ടയാളിൻ്റെ ജന്മം സഫലമായി എന്ന ഓർമ്മപ്പെടുത്തൽ. ഒരു മുഖവരിയും വേണ്ട. അച്ഛൻ ചോദിക്ക്, ഞാൻ പറയാം. നിന്നെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കാത്തതൊക്കെ ഇന്ന് ഞാൻ കേട്ടു. ഭാഗ്യത്തിന് നിന്റെ അമ്മ ഇവിടെ ഉണ്ടായില്ല. വടക്കാഞ്ചേരിയിൽ നിന്ന് മഹേഷ് എന്നൊരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. ഒരു പാവം പയ്യൻ. സഞ്ജു ഞെട്ടലോടെ നിന്നു. മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോപാൽജി ശാന്തനായി അവനോട് പറഞ്ഞു. ഇതിൽ സത്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യമുണ്ട്. അമൃതയെ എനിക്കിഷ്ടമാണ്. അവളോടൊരു ഇഷ്ടം തോന്നാൻ കാരണമുണ്ട്. ഞാൻ ഇന്ന് വരെ പരിചയപ്പെട്ട പെൺകുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തയാണവൾ. ലക്ഷ്യബോധമുള്ള പെൺകുട്ടി, ഒരു പ്രലോഭനത്തിലും വഴിപ്പെടാത്തവൾ. ഭാവിയിൽ എന്നേക്കാൾ പേരും പ്രശസ്തിയും അവൾക്ക് തൊഴിലിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതുവരെയുള്ള എൻ്റെ ജീവിതം വെച്ച് അച്ഛൻ എന്നെ അറിയില്ലേ? പക്ഷേ അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ആ പയ്യനുമായിട്ട് അവളുടെ വിവാഹം പറഞ്ഞു വെച്ചതല്ലേ? സഞ്ജു ചിരിച്ചു. കുട്ടിക്കാലത്ത് അവൻ്റെ അമ്മയാ അങ്ങനെയൊരു മോഹം അവളുടെ അച്ഛനോട് പറഞ്ഞത്. അവൻ +2 പോലും പാസ്സായിട്ടില്ല. അവളുടെ അച്ഛനെ പറ്റിച്ചുണ്ടാക്കിയ കാശുകൊണ്ടാ അവൻ ജീവിക്കുന്നത്. ഒന്നാം തരം ഫ്രോഡാ അവൻ. അച്ഛൻ കണ്ട മുഖമൊന്നുമല്ല അവൻ്റേത്. ഇവിടെ വന്ന് കാണിച്ചത് ആക്ടിങ്. പക്ഷേ എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. നീ മേലിൽ അവളുടെ വീട്ടിൽ പോകരുത്. ആ സെൻറ്ററിൽ ഇനി കോച്ചിങ് ക്ലാസ്സിനും പോകാനും പാടില്ല. നിന്റെ അമ്മയെ അറിയിക്കാതെ നമ്മൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവളെ വിവാഹം കഴിക്കാതിരുന്നാൽ പോരെ? ആ വാക്ക് ഞാൻ അച്ഛന് തരാം. അച്ഛൻ്റെ സമ്മതവും അനുഗ്രഹവും ഇല്ലാതെ ഞാൻ അമൃതയെ വിവാഹം ചെയ്യില്ല. ഇതിനേക്കാൾ വലിയ ഉറപ്പ് വേണോ അച്ഛാ? മതി, എനിക്കത് മതി. നമുക്ക് ചേരുന്ന ബന്ധമേയല്ല അവളുടെ അച്ഛൻ സാമ്പത്തിക തിരിമറി നടത്തിയ നാട്ടിലേക്ക് മുങ്ങിയത്. നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഞാൻ സ്ഥലം SIയെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. കത്തിക്കുത്തിൽ അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാ. എനിക്കെല്ലാം അറിയാം. പക്ഷേ ആ മനുഷ്യൻ ഒരു സാധുവാണ്. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു പച്ചയായ മനുഷ്യൻ. അയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മഹേഷാണ്. ഗോപാൽജി അവനെ ഉറ്റുനോക്കി. അമൃതയുമായിട്ടുള്ള സൗഹൃദം ഞാൻ ഉപേക്ഷിക്കില്ല. അതിൽ അച്ഛന് വിരോധമില്ലല്ലോ? അച്ഛന് വേണ്ടത് കുടുംബത്തിൻ്റെ അഭിമാനം, പിന്നെ എന്നെ ഒരു ഡോക്ടറായി കാണുക. ഇത് രണ്ടും ഞാൻ പാലിച്ചിരിക്കും. അത് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ ചെയ്യുന്ന കടമ. ഗുഡ്. ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെ മകനായിട്ടാ. അപ്പോൾ മകൻ ഉന്നതിയിലെത്തിയാൽ മാത്രം പോരാ, അവൻ്റെ മനസ്സിനിണങ്ങിയ ഒരു ജീവിതം കൂടി സമ്മാനിക്കേണ്ട കടമ അച്ഛനില്ലേ? ഗോപാൽജിയുടെ നെറ്റി ചുളിഞ്ഞു. നിന്റെ വിവാഹം ഞാൻ നടത്തും. ജീവിതം എൻ്റേതല്ലേ? അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്ക് തന്നൂടെ? ഗോപാൽജിയുടെ ഭാവം മാറി. എന്താടാ, നീ എന്നെ മണ്ടനാക്കുന്നു? അല്ല, ഞാനും നാളെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. ഒരു വിവാഹത്തിന് മാത്രം അച്ഛൻ എന്നെ പ്രതീക്ഷിക്കരുത്. അമൃതയല്ലാതെ ഒരു പെണ്ണിനും ഞാൻ എൻ്റെ മനസ്സിൽ സ്ഥാനം കൊടുക്കില്ല. അവളും മറ്റൊരു വിവാഹത്തിന് തയ്യാറാവില്ല. ഇഷ്ടപ്പെട്ട പുരുഷനെ കിട്ടാതെ പോയതിൻ്റെ പേരിൽ ഇന്നും വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ഒരു ചെറിയമ്മ അവൾക്കുണ്ട്. അവളുടെ പാരമ്പര്യം അതാ. ഗോപാൽജിയുടെ ശരീരം അടിമുടി വിറച്ചു. ഇനിയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ഇപ്പോഴേ ചിന്തിക്കണോ? നന്നായി പഠിക്കുക, അച്ഛനും അമ്മയും ആഗ്രഹിച്ച ഒരു നിലയിൽ ചെന്നെത്തുക. അതിൽ കവിഞ്ഞൊന്നും എൻ്റെ മനസ്സിലില്ല. അപ്പോൾ നീ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നല്ലേ പറഞ്ഞത്? അല്ല, അച്ഛന് ഇഷ്ടമല്ലാത്ത നിലയ്ക്ക് ഇനി അവളോടുള്ളത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാകും. അച്ഛൻ കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ കടുത്ത പ്രണയബന്ധമൊന്നുമില്ല. ഇഷ്ടമാണെന്ന് രണ്ടുപേർക്കും അറിയാം. അച്ഛൻ്റെ എതിർപ്പ് ഉടനെ ഞാൻ അവളോട് പറയാം. എന്നേക്കാൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവൾക്കുണ്ട്. അവൻ ചിരിച്ചു. അവനോട് ഇനി എന്ത് പറയണമെന്നറിയാതെ ഗോപാൽജി നിന്നു. ഞാനും അവളും തമ്മിലുള്ള വിവാഹബന്ധം ഉണ്ടാവില്ലെന്ന് അച്ഛന് ഞാൻ ഉറപ്പു തന്ന നിലയ്ക്ക് ഇതൊന്നും അമ്മയോട് പറയരുത്. എനിക്ക് സ്വസ്ഥത തരില്ല. പഠിക്കാൻ ഒരുപാടുണ്ട്.
ഡിഗ്രിക്കുള്ളതും എൻട്രൻസിനുള്ളതും എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനും പോകും. ഗോപാൽജി മുന്നോട്ട് വന്നു. നിന്റെ മനസ്സ് ഇത്രത്തോളം വളർന്നെന്ന് ഞാൻ അറിയാതെ പോയി. അവൻ്റെ ചുമലിൽ തട്ടിയിട്ട് മുറി തുറന്ന് അയാൾ പുറത്തേക്ക് പോയി. സഞ്ജു കസേരയിൽ ചെന്നിരുന്നു. തേടി പിടിച്ച് അവൻ ഇവിടെയും വന്ന് വിഷം കലക്കിയിട്ട് പോയി. അമൃത പറഞ്ഞതുപോലെ നിസാരക്കാരനല്ല അവൻ. വിഷത്തിലെ കൃമിയാണ്. നീ വന്ന് മുട്ടിയത് സഞ്ജു ഗോപാലിനോടാ. നിന്റെ കുരുട്ടുബുദ്ധിയല്ലടാ എൻ്റേത്. നീ കാത്തിരുന്നു. നിനക്കും വരുന്നുണ്ട്. സെൽ റിങ് ചെയ്തപ്പോൾ എടുത്തു. വീണ്ടും അമൃതയുടെ കോളാണ്. അമ്മു, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? എനിക്കൊരു സമാധാനവുമില്ല. ഇപ്പോഴാ ശരിക്കും നിന്റെ ആവശ്യം എൻ്റേതും കൂടിയായത്. ആ റാസ്കൽ മഹേഷ് വീട്ടിൽ വന്ന് അച്ഛനെ കണ്ടു. അയ്യോ, എന്നെ ഒഴിവാക്കി തരണമെന്ന അപേക്ഷയുമായിട്ടാ അവൻ അച്ഛനെ കണ്ടത്. നിന്നെ അവന് മറക്കാൻ കഴിയില്ലെന്ന്, നിന്നെ വിവാഹം ചെയ്യണമെന്ന്. ഛേ, അവൻ ആള് സൂത്രശാലിയാ. നിന്നെ കെട്ടാനുള്ള മോഹം അവനുണ്ട്. അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഇവിടെ വരില്ല. വെൽവിഷറുടെ വേഷം അണിഞ്ഞതേയുള്ളൂ. എനിക്കിത് കേട്ടിട്ട് ദേഹത്ത് പുഴുക്കൾ കയറിയതുപോലാ തോന്നുന്നത്. അച്ഛനെ ഞാൻ പറഞ്ഞ് ഒതുക്കിയിട്ടുണ്ട്. നീ വെച്ചോ. അമ്മ പുറത്തു പോയിരിക്കുക. എപ്പോ വേണേലും വരും. അമൃത ഫോൺ ബെഡിലേക്കിട്ടു. സഞ്ജുവിൻ്റെ വീട് കണ്ടെത്തി അയാൾ പോയത് അത് മനസ്സിൽ വെച്ച് തന്നെയാണ്. വാതിൽ തുറന്ന് മൃദുല അകത്തേക്ക് വന്നു. നിനക്കെന്താ, ഭക്ഷണവും വേണ്ടേ? അവൾ മുഖം തിരിച്ചു. മൃദുല ബെഡിലിരുന്നു. ചവിട്ടി തെറിപ്പിക്കാനാണ് അവൾക്ക് തോന്നിയത്. അതിനൊരു ദിവസം വരുമെന്ന് അവൾ മനസ്സിനോട് പറഞ്ഞു. നീ എന്താ എന്നോട് അങ്ങനെ പെരുമാറിയത്? ഭ്രാന്ത് പിടിച്ചതുപോലെ. അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പോയത് സഞ്ജുവിൻ്റെ കൂടെയാന്ന് പറയാനല്ലേ തുനിഞ്ഞത്? മൃദുല അവളെ തറപ്പിച്ചു നോക്കി. മിനിക്കുട്ടിയുടെ വീട് വരെയാ ഞങ്ങൾ പോയത്. സഞ്ജുവുമായിട്ടുള്ള എൻ്റെ അടുപ്പം ആരോ അച്ഛനോട് പറഞ്ഞു. ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛൻ്റെ വക ഉപദേശമായിരുന്നു. അയ്യോ, നിന്നാണേ ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ അറിഞ്ഞു. ഇങ്ങനെയൊരു ബന്ധം വേണ്ട, മഹിയേട്ടനുമായിട്ട് മതിയെന്ന അച്ഛൻ എന്നോട് പറഞ്ഞത്. വലിയ ആൾക്കാരൊന്നും നമുക്ക് വേണ്ടെന്ന്. മൃദുലയ്ക്ക് സന്തോഷമായി. അതിന് മഹി തന്നെയല്ലേ പിന്മാറിയ കാര്യം പറഞ്ഞത്. അത് മഹിയേട്ടൻ്റെ നല്ല മനസ്സ്. എൻ്റെ ആഗ്രഹം തടസ്സപ്പെടുത്തേണ്ടെന്ന് മഹിയേട്ടൻ കരുതി. നിന്റെ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ അച്ഛൻ വിഡ്ഢിയാക്കിയതാണ്. ഇന്നലെ എനിക്ക് മനസ്സിലായത്. അച്ഛനിപ്പോൾ പ്രധാനം ദേവി ചെറിയമ്മയുമായി വിനയനങ്ങളുടെയും വിവാഹം നടത്താനാ. മൃദുല പരിഹാസത്തോടെ ചിരിച്ചു. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഒതുക്കാൻ നിന്റെ അച്ഛൻ കണ്ട വഴി അതല്ലേ? നീയും അതിന് സപ്പോർട്ട് ചെയ്തു. ആ സ്ത്രീയിൽ നിന്ന് അച്ഛനെ നമുക്ക് തിരിച്ചു പിടിക്കാമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ കാര്യങ്ങൾ അതുപോലൊന്നുമല്ല. ഹോസ്പിറ്റലിൽ വെച്ച് അവർ എപ്പോഴും അച്ഛനെ വിളിക്കും. മൃദുല തലയാട്ടി. നിനക്ക് ബോധ്യപ്പെട്ടല്ലോ. നിന്റെ അച്ഛൻ്റെ മനസ്സിലിരിപ്പ് മറ്റൊന്ന്. എനിക്കത് മനസ്സിലായി. ശാരദ എന്നോട് പറഞ്ഞതാ സത്യം. വിനയനങ്ങളുടെ വീട്ടിൽ ആ സ്ത്രീ വന്നാൽ അച്ഛൻ എപ്പോ വേണമെങ്കിലും അവിടെ പോകാം. കുടുംബത്തെ ഉപേക്ഷിച്ചെന്നൊരു ചീത്തപ്പേര് അച്ഛന് വരാനും പോകുന്നില്ല. മൃദുല ഉള്ളിലെ ആഹ്ലാദം മടക്കി വെച്ച് അവളുടെ ചുമലിൽ പിടിച്ചു. അറപ്പ് തോന്നിയെങ്കിലും അമൃത പ്രതികരിച്ചില്ല. ലക്ഷ്യപ്രാപ്തി വരെ സഹിച്ചേ പറ്റൂ. എൻ്റെ മോൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയല്ലോ. എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഒഴിഞ്ഞു മാറി അവൾ കട്ടിലിൽ നിന്നിറങ്ങി. അവരുടെ വിവാഹം നടക്കാൻ പാടില്ല. ആ സ്ത്രീ നമ്മുടെ അയൽപ്പക്കത്ത് വന്നാൽ എൻ്റെ പഠിപ്പ് നടക്കാതെ വരും. മഹിയേട്ടനുമായുള്ള എൻ്റെ വിവാഹത്തിന് അച്ഛൻ ധൃതി വയ്ക്കും. ഇതൊക്കെ തടയാൻ ഒരു വഴിയേ ഉള്ളൂ. ജിജ്ഞാസയോടെ മൃദുല അവളെ നോക്കി. അച്ഛനെ എത്രയും വേഗം തിരിച്ചയക്കണം. മൃദുലയുടെ ഉള്ളു കുളിർന്നു. കൈവിട്ടു പോയെന്ന് കരുതിയ മൂർച്ചയുള്ള ആയുധം തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ദൈവം തൻ്റെ കൂടെയാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു. അത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കാര്യം വന്നപ്പോഴാ നിനക്കത് മനസ്സിലായത്. നിന്റെ അച്ഛന് നമ്മളെക്കാൾ വലുത് ദേവിയാ. മണ്ടനായ വിനയൻ മാഷിന് ഇപ്പോഴും കൂട്ടുകാരൻ്റെ ഉള്ളിലിരിപ്പറിയില്ല. കെട്ടുകഴിഞ്ഞ് ദേവി ഗർഭിണിയായാൽ അത് സ്വന്തം കുഞ്ഞാണെന്ന് അയാൾ കരുതും. ജലജ ടീച്ചറിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ അയാൾക്കത് വേണം. മൃദുല പരിഹസിച്ചു ചിരിച്ചു. എനിക്ക് എൻ്റെ കാര്യമേ മുന്നിലുള്ളൂ. മെഡിസിന് ചേരണം. ഞാനൊരു ഡോക്ടറായാലേ സഞ്ജുവുമായിട്ടുള്ള വിവാഹം നടക്കൂ. ഇന്നും അവനത് പറഞ്ഞതാ. മെഡിസിന് ചേരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻ അവസാനിക്കുമെന്ന്. എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമോ? എങ്കിൽ എത്രയും വേഗം അച്ഛനെ ഗൾഫിലേക്ക് തിരിച്ചയക്കാൻ ഞാൻ മുന്നിലുണ്ടാവും. അതെൻ്റെയും ആവശ്യമല്ലേ മോളെ? അതെനിക്കറിയാം. എൻ്റെ ആഗ്രഹം നടക്കാതെ വന്നാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. എന്നെ വേണ്ടാത്ത അച്ഛനമ്മമാരെ എനിക്കെന്തിനു വേണം? ഞാനൊന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട്.
അമൃതയുടെ മുഖത്ത് നിശ്ചയദാർഢ്യം സ്ഫുരിച്ചു. നിങ്ങളെല്ലാം പറഞ്ഞു വെച്ചതല്ലേ എൻ്റെ മഹിയേട്ടൻ്റെ വിവാഹം? ഈ നാട്ടുകാർക്കും അതറിയാം. ഞാൻ മഹിയേട്ടൻ്റെ വീട്ടിൽ പോയി താമസിക്കും. മഹിയേട്ടൻ എതിർത്താൽ പോലും ഞാൻ അവിടെ നിന്നിറങ്ങില്ല. മണിയമ്മ എന്നെ ഇറക്കി വിടില്ല. ജീവിച്ചാലും മരിച്ചാലും അവിടെ. നിങ്ങളുടെ ഒരു ഔദാര്യവും ഞാൻ വാങ്ങില്ല. അച്ഛൻ്റെ മോഹം ഞാനങ്ങ് സാധിച്ചു കൊടുത്തേക്കാം. ഞെട്ടലോടെ മൃദുല എഴുന്നേറ്റു. മനസ്സ് പൊള്ളിയെന്ന് അമൃതയ്ക്ക് മനസ്സിലായി. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാവില്ല. ജയേട്ടനെ തിരിച്ചയച്ചാൽ മതി. നിനക്ക് ഞാൻ വാക്ക് തരികയാ. നീ എന്താഗ്രഹിച്ചോ അത് നടന്നിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പ്. വാക്ക് തെറ്റിയാൽ ഈ വീട്ടിൽ ഏറ്റവും വലിയ അപകടകാരി ഞാനായിരിക്കും. മൃദുല ചിരിച്ചു. എനിക്ക് നിന്നെ അറിയില്ലേ? നീ അച്ഛനെ വിശ്വാസത്തിലെടുത്തത് മുതൽ ഞാൻ ഭയന്നതാ. ഇത്രയും കാലം നിനക്കൊരു കുറവും ഞാൻ വരുത്തിയില്ലല്ലോ. ഇനിയും അങ്ങനെ തന്നെയാവും. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. വാ, വന്നു ഭക്ഷണം കഴിക്കേ. മൃദുല വിജയെപ്പോലെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. സഞ്ജുവിൻ്റെ ബുദ്ധി വലിക്കാൻ പോവുകയാണ്. തൻ്റെ പഠിപ്പിൻ്റെ കാര്യം വരുമ്പോൾ ഇനി അവർക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. ഒഴിഞ്ഞു കളിച്ചാൽ മകൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് അവർക്ക് നന്നായിട്ടറിയാം. അമ്മയുടെ രഹസ്യക്കാരൻ്റെ കൂടെയാവും മോളുടെ താമസം. അയാൾ സഞ്ജുവിൻ്റെ അച്ഛനെ കാണാൻ പോയതാവും ഇനി ആ സ്ത്രീ അറിയാൻ പോകുന്നത്. മാമ്പള്ളി മഹേഷ് എന്ന കുറുക്കൻ്റെ 100 ചുവട് പിന്നിലാണ് താനെന്ന സത്യം അപ്പോഴും അമൃത അറിയാതെ പോയി. വിനയൻ മാഷെ യാത്ര പറഞ്ഞു പോയിട്ടും ജയരാമൻ സിറ്റൗട്ടിൽ തന്നെ ഇരുന്നു. മൃദുല അങ്ങോട്ടേക്ക് വന്നു. സമയം 10 കുട്ടികൾ അത്താഴം കഴിച്ചിട്ട് പോയി. ജയേട്ടൻ വന്ന് കഴിക്കേ. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. നീ കഴിച്ചിട്ട് കിടന്നു. ജയേട്ടൻ എന്താ പറയുന്നത്? ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാനോ? അകത്തേക്ക് വാ. ജയേട്ടാ, വാതിലടയ്ക്കണം. അയാൾ എഴുന്നേറ്റ് അകത്ത് കടന്നതും മൃദുല വാതിലടച്ചു. ഓട്സ് കാച്ചി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ട് ടാബ്ലറ്റ് കഴിക്കണം. അസുഖമുള്ള ആളാന്ന് ഒരു ചിന്തയും വിനയൻ മാഷിനില്ല. അത് പിന്നെ എങ്ങനെയാ? വയറ്റിൽ കിടക്കുന്നത് കള്ളല്ലേ? മൃദുല പ്ലേറ്റിലേക്ക് ഓട്സ് പകർന്നു കൊടുത്തു. അയാൾ കസേരയിലിരുന്നു. പ്ലേറ്റും സ്പൂണും അവൾ അയാളുടെ മുന്നിൽ വെച്ചു. നീ കഴിച്ചോ? എനിക്ക് ചോറാ ഇഷ്ടം. അടുത്തിരുന്നിട്ട് അവൾ ചിരിച്ചു. സ്പൂണിൽ കോരി കുറച്ച് ഓട്സ് വായിൽ വയ്ക്കുമ്പോൾ പതിവ് പോലെ അരിച്ചുണ്ടോ എന്ന് അയാൾ ശ്രദ്ധിച്ചു. എപ്പോഴും തന്നേക്കാൾ മുന്നിലാണ് അവളും അവന് നീങ്ങുന്നത്. രുചികേടൊന്നും തോന്നിയില്ല. അവൾ അത്ര മണ്ടിയല്ലെന്നറിയാം. വിഷം ചേർത്ത ഭക്ഷണം തന്നു കൊന്നാൽ പിടിക്കപ്പെടുമെന്ന തിരിച്ചറിവ് അവൾക്കുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് അയാൾ സിറ്റിയിൽ വന്നിരുന്നപ്പോൾ മൃദുല വെള്ളവും ടാബ്ലറ്റുകളുമായി വന്നു. അയാൾ അതും കഴിച്ചു. മുറിയിലേക്ക് പോകാൻ ജയരാമന് തോന്നിയില്ല. വന്ന അന്ന് കുറച്ച് ദിവസം മാത്രമാണ് അവൾക്കടുത്ത് ആ ബെഡിൽ കിടന്നത്. പിന്നെ ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങളായിരുന്നു. മൃദുല അടുക്കളപ്പണി തീർത്ത് ഹാളിൽ വന്നു. ജയേട്ടൻ ഇവിടെ ഇരിക്കുകയാണോ? റൂമിൽ വന്ന് കിടക്ക്. കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്ന വിവരം അവർക്കറിയാം. രാത്രി ഒരാക്രമണം ഉണ്ടായാലോ? ജയേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ എന്തു ചെയ്യും? മൃദുല സങ്കടം ഭാവിച്ചു. ഇന്നലെ വരെ ഞങ്ങൾ തനിച്ചായിരുന്നില്ലേ ഈ വീട്ടിൽ? അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നെയല്ലേ? നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. മൃദുല വിഷമിച്ചു നിന്നു. നീ ചെന്ന് കിടക്ക്. 2 മണി വരെ സെറ്റിയിൽ കിടന്ന് ഞാൻ മയങ്ങാം. കുറച്ച് ദിവസം ഒരു കരുതൽ വേണം. ചെല്ല്. അവൾക്ക് സന്തോഷമാണ് ഉണ്ടായത്. സ്വസ്ഥമായി മഹിയുമായി ചാറ്റ് ചെയ്യാൻ പറ്റും. നാളെ ഷൂട്ട് തുടങ്ങുകയാണ്. കർശനമായി പറഞ്ഞിട്ടാണ് അവൻ വിളിക്കാതിരിക്കുന്നത്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങ്. എൻ്റെ സമയമാവുമ്പോൾ ഞാൻ വന്നേക്കാം. മുകളിൽ നിന്ന് അമൃതയുടെ കാതുകളിൽ ആ വാക്കുകൾ വീണു. അവൾ നടുങ്ങിത്തരിച്ച് ചുവരോട് അമർന്നു നിന്നു. തൻ്റെ വാക്കുകളൊന്നും അച്ഛൻ ചെവി കൊണ്ടിട്ടില്ല. ഹാളിലെ ലൈറ്റ് അണഞ്ഞത് അവൾ അറിഞ്ഞു. സ്റ്റെയർ കേസിനടുത്ത് വന്ന് അവൾ കുനിഞ്ഞിരുന്നു. സിറ്റിയിൽ അച്ഛനിരിക്കുന്നത് അവ്യക്തമായി കാണാം. അച്ഛന് കാവലായി അവൾ അവിടെ തന്നെ ഇരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. രാത്രിയിലെ സമയസഞ്ചാരത്തിന് വേഗം കൂടുതലാണ് എപ്പോഴും. ജയരാമൻ എഴുന്നേറ്റപ്പോൾ നെഞ്ചിടിപ്പോടെ അമൃത നിരങ്ങി. സ്റ്റെയർ കേസിലെത്തി. അയാൾ മുഖമൊന്നുയർത്തിയതും മകൾ നിൽക്കുന്നത് കണ്ടു. ജയരാമൻ്റെ നെഞ്ച് പിടഞ്ഞുപോയി. മോളെ എന്ന് വിളിച്ചെങ്കിലും ഒച്ച പുറത്തു വന്നില്ല. ജയരാമൻ സ്റ്റെയർ കേസ് കയറി അവൾക്കടുത്തേക്ക് ചെന്നു. അവളുടെ മുഖം വ്യക്തമായിരുന്നില്ല. മോൾ എന്താ ഉറങ്ങാത്തത്? അച്ഛനെന്താ ഉറങ്ങാത്തത്? അവൾ തിരിച്ചു ചോദിച്ചു. അച്ഛനോട് ഞാനൊരു കാര്യം പറയാം. അച്ഛൻ സ്വന്തം തീരുമാനവുമായി മുന്നോട്ട് പോകുന്നെങ്കിലായിക്കോ.
ഒരു കൊലപാതകം ഈ വീട്ടിൽ നടന്നാൽ പോലീസ് ഞങ്ങളെയും ചോദ്യം ചെയ്യും. അച്ഛൻ കുറ്റമേറ്റതുകൊണ്ട് മാത്രം അത് തീരില്ല. ആ ചിന്ത അച്ഛനുണ്ടാവണം. അരണ്ട വെളിച്ചത്തിൽ അവൾ പറഞ്ഞ വാക്കുകൾ അയാളുടെ കാതിൽ പതിച്ചു. പോലീസ് എന്നോട് ചോദിച്ചാൽ എല്ലാം എനിക്കറിയാമായിരുന്നെന്ന് ഞാൻ പറയും. എനിക്കും കൊലപാതകത്തിൽ ഒരു പങ്കുണ്ടെന്ന് ഞാൻ സമ്മതിക്കും. മോളെ, അതേ അച്ഛാ, അതല്ലേ സത്യം. അച്ഛൻ അമ്മയെ കൊല്ലുമെന്നറിഞ്ഞിട്ടും അത് മകളായി ഞാൻ പുറത്തു പറയാതിരിക്കുന്നത് വലിയ തെറ്റല്ലേ? ആ നിലയ്ക്ക് എനിക്കും അതിൽ വ്യക്തമായ പങ്കുണ്ട്. അളന്നു മുറിച്ചത് പോലെയായിരുന്നു അവളുടെ വാക്കുകൾ. ജയരാമന് മറുവാക്കില്ലായിരുന്നു. ഞാൻ സ്വയം അതേൽക്കും. അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? മക്കൾക്ക് വേണ്ടി. ഭാര്യ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായാൽ തെളിവ് സഹിതം അച്ഛന് കോടതിയെ സമീപിക്കാം, വിവാഹമോചനം നേടാം. എൻ്റെ അച്ഛൻ അതിന് തയ്യാറായില്ല. തീർന്നില്ല. കോടതി വഴി അച്ഛന് നഷ്ടപ്പെട്ട പണവും സമ്പത്തും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കാം. പക്ഷേ അച്ഛന് വലുത് മക്കളാണ്. അച്ഛൻ ജയിലിൽ പോയിട്ട് ആ മക്കൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമോ? ജയരാമൻ്റെ ഉടൽ വിറച്ചു തുടങ്ങി. എനിക്ക് കഴിയില്ല. എൻ്റെ അച്ഛൻ ജയിലിൽ തണുത്ത് വിറച്ചു കിടക്കുമ്പോൾ എനിക്കും കിടക്കണം ഏതെങ്കിലും ജയിലിൽ. എൻ്റെ പൊന്നുമോൾ ഇങ്ങനെയൊന്നും പറയരുതേ. അയാളുടെ ശബ്ദം ശിഥിലമായി പൊലിഞ്ഞു. നടക്കാൻ പോകുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. അച്ഛനെ പിന്തിരിപ്പിക്കാൻ പറയുന്നതല്ല. ഞാൻ ഭീരുവല്ല. അച്ഛൻ്റെ കയ്യിൽ വിലങ്ങ് വീഴുമെങ്കിൽ അച്ഛൻ്റെ മോളുടെ കയ്യിലും വിലങ്ങ് വീഴും. എൻ്റെ അച്ഛനാണ് ഈ സത്യം. പതിഞ്ഞ ആ ശബ്ദം ജയരാമൻ്റെ ചെവിയിൽ പ്രതിധ്വനിച്ചത് ഇടിമുഴക്കമായിട്ടായിരുന്നു. അച്ഛൻ ചെല്ല്. എനിക്കിനി സമാധാനത്തോടെ ഉറങ്ങണം. അച്ഛൻ്റെ ഏത് പ്രവൃത്തിക്കും എൻ്റെ പിന്തുണയുണ്ട്. അവൾ തിരിഞ്ഞു നടന്ന് മുറിയിലേക്ക് കയറി. വാതിലടയ്ക്കുന്നത് അയാൾ കണ്ടു. കുറച്ചു സമയം അങ്ങനെ നിന്നിട്ട് ജയരാമൻ പടവുകൾ ഇറങ്ങി. സിറ്റിയിൽ അയാൾ വന്നിരുന്നു. എന്തിന് ദേവി അവളോടത് പറയാൻ പോയി? ഒന്നും മക്കൾ അറിയരുതെന്ന് താൻ തീരുമാനിച്ചത് ഇതൊക്കെ കൊണ്ടായിരുന്നു. ജയരാമൻ ശിരസിൽ കൈകൾ ചുറ്റി മലർന്നിരുന്ന് ശബ്ദമില്ലാതെ കരഞ്ഞു. കോടമഞ്ഞൊഴിഞ്ഞ സുന്ദരമായൊരു പകൽ. കൊടൈക്കനാലിലെ മനോഹരമായ പൈൻ ഫോറസ്റ്റിൽ വിരൽ തുമ്പിലാരോ എന്ന മലയാള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. നായകനും നായികയും തമ്മിലുള്ള ഹൃദയസ്പർശിയായ സീനാണ് ക്യാമറയിൽ പകർത്തുന്നത്. കുറച്ചകലെ പൈൻ മരച്ചുവട്ടിലെ കസേരയിൽ എല്ലാം കണ്ടിരുന്ന മഹേഷിന്റെ ചുണ്ടിൽ വിജയസ്മിതം മുറ്റിനിന്നു. മഹേഷിന്റെ സ്വപ്നം സഫലമാകുന്നു. അവന്റെ കൺമുൻപിലെ കാഴ്ചകളെല്ലാം തന്നെ മറഞ്ഞു. അവിടെ ബിഗ് സ്ക്രീൻ തെളിഞ്ഞു. അതിലേക്ക് പ്രകാശം വീണു. മഹേഷ് മാമ്പിള്ളി അവതരിപ്പിക്കുന്നു. അക്ഷരങ്ങൾ തെളിഞ്ഞു മായുന്നത് ഉൾപ്പുളകത്തോടെ അവൻ ശ്വാസം അടക്കിയിരുന്നു കണ്ടു. വിരൽ തുമ്പിലാരോ. കയ്യടികൾ ഉയർന്നു. കട്ട്. ഡയറക്ടർ അജി ദേവസിന്റെ സ്വരം അവനെ ചിന്തകളിൽ നിന്നുണർത്തി. അടുത്ത ഷോട്ട് വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഡയറക്ടർ. സോനുവിനോട് എന്തോ തമാശ പറഞ്ഞു ചിരിക്കുന്ന പുതുമുഖ നായകന്റെ ഇടിച്ചുകയറ്റം മഹേഷിന് രസിച്ചില്ല. മഹേഷ് മുഖം തിരിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് ഹരി മൃദുമല ഓടി വന്നു. എന്താ സാർ? അയാൾ ഭവ്യതയോടെ നിന്നു. ഹരി, സൗകര്യപൂർവ്വം അവനെ ഒന്ന് ഉപദേശിക്കണം. വലിയ ഒലിപ്പീരൊന്നും വേണ്ടെന്ന്. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് സാറേ. പുതുമുഖമാണെന്ന ബോധം പോലും ചെക്കനില്ല. അയാൾ അവിടെ നിന്ന് പോയി. വീണ്ടും ഷൂട്ടിംഗ് ആരംഭിച്ചു. തൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ് സോനുവിൻ്റെ റേഞ്ചെന്ന് ഒന്നാമത്തെ സീനിൽ നിന്ന് തന്നെ മഹേഷിന് മനസ്സിലായി. ചിരിച്ച് തമാശ പറഞ്ഞു നിൽക്കുന്നവളാണ് ആക്ഷൻ പറയുമ്പോൾ കഥാപാത്രമായി മാറുന്നത്. ഈ പടം കഴിഞ്ഞാൽ അവളെ പിടിച്ചാൽ കിട്ടില്ലെന്ന് അജി ദേവൂസ് പ്രവചിച്ചത് സത്യം തന്നെയാണ്. കൊടൈക്കനാലിൽ നിന്ന് പാക്കപ്പായി പോകുന്നതിന് മുൻപ് അവളുടെ മനസ്സിൽ മാത്രമല്ല ശരീരത്തിലും ആധിപത്യം സ്ഥാപിച്ചിരിക്കണം. തൻ്റെ സമയം വെച്ച് പടം സൂപ്പർ ഹിറ്റ് ആവാനാണ് സാധ്യത. എങ്കിലും സിനിമയെപ്പറ്റി ഒരു വിലയിരുത്തലും നടത്താൻ കഴിയില്ല. പല ഡയറക്ടർമാരും തൻ്റെ ഏറ്റവും നല്ല സിനിമയെന്ന് പറയുന്നത് ഫ്ലോപ്പായതിൻ്റെ പേരിലാണ്. പരാജയമായാൽ തൻ്റെ അവസാനത്തെ പടമായിരിക്കും ഇത്. മൃദുലയുടെ അടുത്തട്ട് വരെ തോണ്ടിക്കഴിഞ്ഞു. ഇനി അവളിൽ നിന്നൊന്നും കിട്ടാനില്ല. അടുത്ത ലക്ഷ്യം സോനുവാണ്. പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വിവാഹം നടത്തിയിരിക്കണം. അവളെ അവിടെ കൊണ്ടെത്തിക്കണമെങ്കിൽ ആ മോഹം നടന്നിരിക്കണം. ലേക്ക് വ്യൂ ഹോട്ടലിലാണ് അവൾക്കും തനിക്കും റൂം ബുക്ക് ചെയ്തത്. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും മറ്റൊരു റിസോർട്ടിലാണ് താമസം. കൊടൈക്കനാലിൽ വരുമ്പോൾ സ്ഥിരമായി അയാൾ അവിടെയാണത്രേ താമസിക്കുന്നത്. സോനുവും താനും തമ്മിൽ അടുപ്പത്തിലാണെന്ന് അയാൾക്കറിയാം. അറിയാത്തവർക്കിടയിൽ ആ വാർത്ത എത്തിക്കാൻ എക്സിക്യൂട്ടീവ് ഹരി മൃദുമലെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്നു. എല്ലാവരും അതറിഞ്ഞിരിക്കണം.
കട്ടു പറഞ്ഞിട്ട് അജയ് ദേവൂസ് സോനുവിൻ്റെ അടുത്തേക്ക് വേഗം ചെന്നു. സോനു, ഓക്കെ, റിലാക്സ്. അയാൾ അവളുടെ ചുമലിൽ തട്ടി. ഏതാനും നിമിഷങ്ങൾ വേണ്ടി വന്നു സോനുവിന് കഥാപാത്രം വിട്ടുവരാൻ. താങ്ക് യു സർ. എല്ലാവരും കൈയടിച്ചു. ഭാമിനി വന്ന് മകളെ കെട്ടിപ്പിടിച്ചു. നന്നായിട്ടുണ്ട് മോളെ. അവൾ പുഞ്ചിരിച്ചിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. പ്രൊഡക്ഷനിലെ പയ്യൻ കസേരയുമായി എത്തി. മഹിയേട്ടന് ഇഷ്ടായോ? കിതപ്പോടെ അവൾ കസേരയിലിരുന്നു. നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 3-4 ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ടാണ് സോനു ഈ സൈൻ ചെയ്തതെങ്കിൽ ഇപ്പോൾ കിട്ടിയ റിസൾട്ടൊന്നും ആയിരിക്കില്ല. അവളുടെ മുഖം വാടി. ഞാൻ മോശമെന്നല്ല പറഞ്ഞത്. മോശമായിരുന്നെങ്കിൽ ഡയറക്ടർ ഓക്കെ പറയില്ലായിരുന്നു. അടുത്ത സീൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് സോനുവിന് മനസ്സിലാവും. മഹിയേട്ടൻ പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാനാവും. അത് വേണം. കയ്യടി പ്രോത്സാഹനമായി മാത്രം കാണണം, അല്ലാതെ പൂർണ്ണതയ്ക്ക് കിട്ടിയ ക്ലാപ്പായി കാണരുത്. നമ്മൾ പലപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കണം. ചെയ്തതൊന്നും പോരാ എന്ന തോന്നൽ. അവൾ ഭംഗിയായി ചിരിച്ചു. എൻ്റെ ടീച്ചർ കൂടിയാ മഹിയേട്ടൻ. ഒരു ട്രേയിൽ 2 കപ്പ് കോഫിയുമായി ഭാമിനി വന്നു. ഉടൻ കസേരയെത്തി. ഭാമിനി 2 പേർക്കും കോഫി കൊടുത്തു. ഞാൻ പറഞ്ഞ ദിവസം ഷൂട്ട് തുടങ്ങില്ലെന്ന തോന്നൽ ആൻറ്റിക്കുണ്ടായിരുന്നല്ലേ? ചിരിയോടെ അവൻ ചോദിച്ചു. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് അറിയിച്ചപ്പോൾ മഹി അത് നിരസിച്ചപ്പോൾ എൻ്റെ സംശയം മാറി. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. ഭാമിനി കസേരയിലിരുന്നു. അതെ ആൻറ്റി, പടം പിടിക്കാൻ വലിയ കോടികളൊന്നും വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ബജറ്റ് കേട്ട പലരും മൂക്കിൽ വിരൽ വെക്കുക. പോസ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ച് പണം കരുതേണ്ടി വരും. ആദ്യം ഷൂട്ട് നടക്കട്ടെ. ബജറ്റ് 5 കോടി എന്ന് വേണം പറയാൻ. ചിലപ്പോൾ അവിടെത്തും. ഞാൻ അങ്ങനെ തന്നെയാ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ബജറ്റിൽ ഈ പടവും ചെയ്യുമെന്ന് പബ്ലിസിറ്റി കൊടുക്കുന്നത് ഡയറക്ടറല്ലേ? ആള് മിടുക്കനാ കേട്ടോ. സോനു, ഷോട്ട് റെഡി. അസോസിയേറ്റ് ഡയറക്ടർ ജിനു അങ്ങോട്ട് വന്നു. അടുത്ത ലൊക്കേഷൻ എവിടെയാ? മഹേഷ് അവനോട് ചോദിച്ചു. പില്ലർ റോക്സ്. പിന്നെ പാട്ടിൻ്റെ കുറച്ച് ഷോട്ട്സ് എടുക്കുന്നുണ്ട്. നാളെ ഡോൾഫിൻ നോസ് ട്രൈ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അനിലേട്ടൻ പോയിരിക്കുക. അനിൽ വർക്കലയാണ് കൺട്രോളർ. അത് നല്ല പ്ലേസാ. ഭാമിനി അനുകൂലിച്ചു. കിട്ടുമെങ്കിൽ നാളെ പകൽ അവിടെ ആവും മാഡം. അവൻ തിരിച്ചുപോയി. ഞാൻ റൂമിലേക്ക് പോവുക. 1-2 ഗസ്റ്റുകൾ ഉച്ചയ്ക്കെത്തും. പഴനിയിലുള്ള ടീമാ. ഇവിടെ വെച്ച് കാണാമെന്നാ അവരോട് പറഞ്ഞത്. മഹേഷ് എഴുന്നേറ്റു. മഹിയേട്ടൻ പോകുവാണോ? സോനു കൂടെ എഴുന്നേറ്റു. അതിനെന്താ, വർക്ക് നടക്കട്ടെ. സോനു, വീണ്ടും വിളി വന്നു. ഓക്കെ, സീ യു. അവൾ പോകാൻ തുടങ്ങി. വൈകിട്ട് കാണാം. ശരി ആൻറ്റി. മഹേഷ് ഭാമിനിയോട് യാത്ര പറഞ്ഞു. അവിടെ ഇരുന്ന് വില കളയാൻ പാടില്ലെന്ന ചിന്ത മഹേഷിനുണ്ടായിരുന്നു. രാത്രി അവളെ മുറിയിൽ വരുത്താനുള്ള പ്ലാനുകളാണ് ഇനി ഉണ്ടാക്കേണ്ടത്. കാറിനടുത്ത് വരെ ഹരി മൃദുമലെ കൂടെ ചെന്നു. എല്ലാത്തിലും ഹരിയുടെ കണ്ണു വേണം. എന്ത് നടന്നാലും എന്നെ അപ്പോൾ അറിയിക്കണം. എൻ്റെ അടുത്ത പടത്തിലെ കൺട്രോളർ ഹരിയ. സാറ് ധൈര്യമായിട്ട് പോകണം. ഇവിടെ റോങ്ങായി ഒരില അനങ്ങിയാൽ സാർ അറിയും. ശരിയടാ. മഹേഷ് കാറിൽ കയറി. ഇന്നോവ മുന്നോട്ട് നീങ്ങുമ്പോൾ സിനിമയിലെ വിരൽ തുമ്പിലാരോ എന്ന് തുടങ്ങുന്ന ഗാനം അവൻ പ്ലേ ചെയ്തു. അച്ഛനാര്? കല്യാണ ബ്രോക്കറാ? നാട്ടിലുള്ള ആളുകളുടെ കല്യാണം നടത്താൻ? അമൃതയുടെ ഭാവം മാറിയത് പെട്ടെന്നായിരുന്നു. വിനയൻ മാഷിന്റെ കല്യാണത്തിൽ തുടങ്ങിയ സംസാരമാണ് പൊട്ടിത്തെറിയായത്. ചാരുത മനസ്സിലാവാതെ മൃദുലയെ നോക്കി. നീ എന്താ മോളെ ഇങ്ങനെ പറയാൻ? ജയരാമൻ അമ്പരപ്പ് ഭാവിച്ചു. ഗൾഫിലെ ജോലിയേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന പണി ഇതൊന്നറിഞ്ഞിട്ടാവും തിരിച്ചു വന്നത്. കല്യാണ ബ്രോക്കർ നിർത്തടി. ജയരാമൻ ക്ഷോഭിച്ചു. എനിക്കറിയണം വിനയൻ അങ്കിളിൻ്റെയും മുറപ്പെണ്ണിൻ്റെയും കെട്ട് നടത്താൻ. അച്ഛൻ ഇത്രയും ഉത്സാഹം കാണിക്കുന്നതിൻ്റെ കാര്യം. മൃദുലയെ തള്ളിമാറ്റി അവൾ മുന്നോട്ട് വന്നു. അമ്മു, അതൊരു നല്ല കാര്യമല്ലേ? നമ്മളെല്ലാം ജയേട്ടനെ അംഗീകരിച്ചതുമാണ്. ആ ഭദ്രനെ കൊണ്ട് ഇനി ഒരു ഉപദ്രവം ഉണ്ടാവാതിരിക്കാനല്ലേ ജയേട്ടൻ ശ്രമിക്കുന്നത്? പതിവ് പോലെ മൃദുല ജയരാമന്റെ ഭാഗം പിടിച്ചു. നീ ഇങ്ങനെയൊന്നുമല്ലല്ലോ എന്നോട് പെരുമാറിയത്. ഇപ്പോൾ നിനക്കെന്താ പറ്റിയത്? ജയരാമൻ ചോദിച്ചു. ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ അച്ഛൻ മിടുക്കനാ. അതിൽ ഞാനും വീണുപോയി. ഇനിയൊരു വിവാഹമേ വേണ്ടെന്ന് ശപഥമെടുത്ത സ്ത്രീയാണ് അച്ഛൻ ചൂണ്ടിക്കാണിച്ച ആളെ കെട്ടാൻ പോകുന്നത്. അയാൾ ഒരു കുടിയനാണെന്ന് അറിഞ്ഞു വെച്ച് അത് വേണമോ? ജലജ ടീച്ചർ എന്തിനാ ഡിവോഴ്സ് വാങ്ങിപ്പോയത്? ഞങ്ങൾക്കെല്ലാം അറിയണം. നിനക്ക് എന്തറിയാമെന്നടി? ജയരാമൻ ചാടി എഴുന്നേറ്റു. ഞാനത് വിളിച്ചു പറയണോ? അയാൾ സ്തബ്ധനായി നിന്നു. മൃദുല മനസ്സിൽ ആർത്തു ചിരിച്ചു. ആ സ്ത്രീ അയൽപക്കത്ത് താമസിക്കാൻ വന്നാൽ പിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ കാണുമെന്ന് അച്ഛൻ കരുതണ്ട. അച്ഛൻ്റെ പാദസേവ ചെയ്ത് അമ്മ നിൽക്കും.
ഞങ്ങൾക്ക് അന്തസ്സും അഭിമാനവുമുണ്ട്. സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതിയ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. മരുഭൂമിയിൽ 10-20 വർഷം വെന്തിരുകി ജീവിച്ചത് നിനക്കൊക്കെ വേണ്ടിയാ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അച്ഛനോട് മരുഭൂമിയിൽ ചെന്ന് വെന്തുരുകാൻ? അച്ഛൻ പോയത് പണമുണ്ടാക്കാൻ. ഒരു കുടുംബം നോക്കേണ്ടത് ഗൃഹനാഥന്റെ കടമ തന്നെയാ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ വിവാഹം ചെയ്യാൻ പോകരുത്. ഇത്തരം കണക്കുകളൊക്കെ നാട്ടാരോട് പറഞ്ഞാൽ ആട്ടുവെച്ചു തരും. എടീ, മൃദുല കൈയൂങ്ങി. അവൾ പറയട്ടെ, ഞാനിതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥനാ. ജയരാമൻ മുഖം തിരിച്ചു. അച്ഛനായാലും അമ്മയായാലും അവരുടെ സ്ഥാനത്ത് നിന്നാൽ മക്കളിൽ നിന്ന് ഇങ്ങനെയൊന്നും കേൾക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ മക്കൾ വിചാരണ ചെയ്യുന്ന ഒരു കാലമുണ്ടാവും. അത് മറന്നു കളയരുത്. മൃദുലയ്ക്കുള്ള കുത്തായിരുന്നു അത്. ആ റൗഡിയെ പേടിച്ചിട്ടാണ് അച്ഛൻ അവരുടെ വിവാഹം നടത്താൻ ശ്രമിക്കുന്നതെന്ന് ഇനി ഞങ്ങളോട് പറയണ്ട. അയാളെ പോലീസ് പിടിച്ചിട്ടും അയാൾ കുറ്റക്കാരനല്ലെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ മനസ്സിലിരിപ്പൊക്കെ ഞങ്ങൾ എന്നേ മനസ്സിലാക്കിയതാ. അച്ഛൻ നല്ല ജോലി കളഞ്ഞ് നാട്ടിൽ വന്നത് എന്തു മനസ്സിൽ വെച്ചിട്ടാണെന്ന് തിരിച്ചറിയാൻ അത്ര ബുദ്ധിയില്ലാത്തവരല്ല ഞങ്ങൾ. അതുവരെ മിണ്ടാതിരുന്ന ചാരുത പ്രതികരിച്ചു. സെൽ റിങ് ചെയ്തപ്പോൾ ജയരാമൻ പോക്കറ്റിൽ നിന്നെടുത്തു. വിനീൻ മാഷിന്റെ കോളാണ്. ഇന്നലെ രാത്രി മൃദുലയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വാങ്ങിക്കൊണ്ട് പോയിരുന്നു. കോൾ കട്ട് ചെയ്തിട്ട് ജയരാമൻ പുറത്തേക്ക് നടന്നു. അല്ല, നീ എപ്പോഴാണ് അച്ഛന് നേരെ തിരിഞ്ഞത്? നമ്മൾ അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കണമെന്ന് എന്നെ ഉപദേശിച്ച ആളല്ലേ? ചാരുത പരിഹസിച്ചു. മുഖം വെട്ടിച്ച അമൃത അവിടെ നിന്ന് ഹാളിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ അച്ഛൻ സൗകര്യപൂർവ്വം അവളെ ഉപദേശിച്ചു. മെഡിസിൻ വിടുന്ന കാര്യം നടപ്പില്ലെന്ന്. ആ പണം ബിസിനസ്സിന് മാറ്റിവെച്ചതല്ലേ? ദേവി അതിന് സമ്മതിക്കണ്ടേ? അവൾ പഠിച്ചിട്ട് ദേവിക്കെന്താ നേട്ടം? അമ്മ ഡോക്ടർ ആയാലേ ആ പയ്യൻ അവളെ കയ്യേൽക്കൂ. അവൻ്റെ കുടുംബത്തിന് വേണ്ടത് ഡോക്ടറെയാ. രണ്ടും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവളുടെ മട്ടും മാറി. മൃദുല ചിരിച്ചു. അവൾക്കത് തന്നെ വേണം. സ്വന്തം കാര്യത്തിൽ കവിഞ്ഞൊന്നും അവൾക്കില്ല. അവളെ കൊല്ലാൻ നോക്കിയത് ആ സ്ത്രീയാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ അവൾ അച്ഛൻ്റെ ഭാഗം ചേർന്നത്? ആ സ്ത്രീ പറയാതെ അച്ഛൻ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അച്ഛനെ തിരിച്ചയക്കാൻ അവളും നമുക്കൊപ്പം നിൽക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ദേവിയെ ഈ നാട്ടിൽ കൊണ്ടുവരാൻ അവൾ സമ്മതിക്കില്ല. നിന്നെപ്പോലെയല്ല അവൾ. സ്കൂളിൽ ചെന്ന് ദേവിയുടെ കവിളത്ത് തല്ലാനും അമ്മ മടിക്കില്ല. ചാരുതയ്ക്കും അതിൽ സംശയമില്ലായിരുന്നു. ദേവിയുടെയും വിനീൻ മാഷിനെയും കല്യാണം മുടങ്ങിയാൽ ജയേട്ടൻ പിന്നെ ഇവിടെ നിൽക്കില്ല. നിങ്ങൾ പെൺകുട്ടികളാ. നിങ്ങൾക്ക് അച്ഛനെ വേണം. അതിനു വേണ്ടിയാ നിങ്ങൾ പ്രയത്നിക്കേണ്ടത്. 60 വയസ്സുവരെ ഗൾഫിൽ നിൽക്കാം. അതുവരെ ജയേട്ടൻ അവിടെ നിൽക്കുന്നതാ നമുക്ക് നല്ലത്. മറഞ്ഞു നിന്ന അമൃത അത് കേട്ടു. ഞങ്ങൾക്കോ നിങ്ങൾക്കോ 60 വയസ്സുവരെ അച്ഛനെ മരുഭൂമിയിൽ തളച്ചിട്ട് കാമുകരുമായി നിങ്ങൾക്ക് സുഖിക്കണം. നിങ്ങളെ വെട്ടി നുറുക്കി തുണ്ടമാക്കേണ്ടതാ. എൻ്റെ ഒരു മൂളൽ മതി അച്ഛന്. പിടിച്ചു നിർത്തിയിരിക്കുക ഞാൻ എൻ്റെ അച്ഛനെ. അവൾ ശ്വാസം ശക്തിയായി വലിച്ചെടുക്കുകയും പുറത്തുവിടുകയും ചെയ്തു. സമയമാവട്ടെ, നിങ്ങളുടെ മുഖത്ത് ഞാൻ കാർക്കിച്ചു തുപ്പും. ജയരാമൻ പട്ടത്താനം വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ പൂമുഖക്കോലായിൽ വിനയൻ മാഷ് എന്തോ വായിച്ചിരിപ്പുണ്ട്. ജയരാമനെ കണ്ടതും അയാൾ എഴുന്നേറ്റു. നീ കയറി വാ. ജയരാമൻ കോലായിൽ കയറിയിട്ട് അയാളെ നോക്കി. വിനയൻ മാഷിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ജയരാമന് കാര്യം മനസ്സിലായി. ഇത് മൃദുലയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? എങ്ങനെ സംഘടിപ്പിച്ചു? അയാളുടെ കയ്യിലിരുന്ന കടലാസുകളിലേക്ക് ജയരാമൻ നോക്കി. ഞാൻ പറഞ്ഞില്ലേ, ഏട്ടത്തിയുടെ മോൻ സതീഷ് ബാബു. അവൻ ആ ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജരാ. അവൻ ആ സ്റ്റേറ്റ്മെന്റ് എടുത്തു തന്നത് ജയരാമ. വിനയൻ മാഷിന്റെ വിളിയിൽ പതർച്ചയുണ്ടായി. ജയരാമൻ ചാരുപടിയിലിരുന്നു. നീ ഇത് നോക്ക്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അയാൾ ജയരാമന്റെ കയ്യിൽ കൊടുത്തു. ഒരു തിടുക്കവും ജയരാമനിൽ ഉണ്ടായില്ല. നീ പറയാതെ തന്നെ എനിക്കറിയാം അതിലൊന്നും ഉണ്ടാവില്ലെന്ന്. ഞാൻ ഇതിൻ്റെ പിന്നാലെ പോകാതിരിക്കാനുള്ള കാരണം നിനക്ക് മനസ്സിലായില്ലേ? പേപ്പറുകൾ മറിച്ച് ഏറ്റവും താഴെ ബാലൻസിലേക്ക് ജയരാമൻ നോക്കി. 16,561 രൂപ. 60 ലക്ഷത്തിൽ മിച്ചം വന്നത്. വേദനയോടെ ജയരാമൻ മുഖം ഉയർത്തി ചിരിച്ചു. വിനയൻ മാഷി വിറങ്ങലിച്ചു നിന്നു. എൻ്റെ മോളുടെ പഠിപ്പിന് ഞാൻ ഉണ്ടാക്കി വെച്ച 60 ലക്ഷം ഞാൻ എഴുതിക്കളഞ്ഞതാ. ജയരാമൻ കീഴ്ചുണ്ട് കടിച്ചു വലിച്ച് സങ്കടം അടക്കി. അതല്ലടാ, നീ അത് മുഴുവനും നോക്ക്. ഇനി നോക്കിയിട്ട് എന്താടാ കാര്യം? ജയരാമൻ അത് തിരിച്ചു കൊടുത്തു. നീ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് മൃദുലയുടെ അക്കൗണ്ടിലേക്ക് 3 കോടി രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ജയരാമൻ ശക്തിയായി ഞെട്ടി. 3 കോടിയോ? എവിടെ നിന്ന്? ജയരാമൻ വാ പിളർന്നിരുന്നു. അതേപ്പറ്റി ഞാൻ സതീഷിനോട് ചോദിച്ചു.
മുംബൈയിലെ ഒരു സുലൈമാൻ സേട്ടിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അത്രയും പണം മൃദുലയുടെ അക്കൗണ്ടിൽ എത്തിയത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ പണം പല വഴിക്ക് പിൻവലിക്കപ്പെട്ടു. ഇനിയുള്ളത് വെറും 10,000 മാത്രം. എങ്ങനെ അവൾക്ക് പണം കിട്ടി? എഴുന്നേൽക്കാൻ തുനിഞ്ഞിട്ട് ജയരാമന് അതിന് കഴിഞ്ഞില്ല. ജയരാമ, ഇടനെഞ്ചു പൊട്ടി വിനയൻ മാഷി വിളിച്ചു. നീ പറയടാ വിനയ. പോയടാ ജയരാമ, അതും പോയി. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ വീടും പറമ്പും ഒരു ശിലാഖണ്ഡം ജയരാമന്റെ ശിരസിൽ വന്നിടിച്ചു. ആ, അത്രമാത്രമേ അയാൾക്ക് ഉച്ചരിക്കാനായുള്ളൂ. ബോധശൂന്യനായി മുഖം കുത്തി അയാൾ കോലായിലേക്ക് വീണു. അടുത്ത ഭാഗം നാളെ.